എന്താണ് ഈ പ്രോസി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? പ്രോസി എന്ന് പറഞ്ഞാൽ അന്നിങ്ങനെ സത്യത്തിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ചെറിയൊരു സംഭവമാണ്. അതായത് പൊളൈറ്റ്നസ്, റെസ്പെക്ട്, ഒബീഡിയൻസ്, സർവീസ്, ഇൻറ്റിമസി. അത് കൂട്ടി പ്രോസിയാക്കി. 25 വർഷമായിട്ട് നമുക്ക് അങ്ങനെ തന്നെ നിലനിൽക്കാൻ. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആളുകൾക്ക് ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ അവിടെ പൊതുവെ ആൾക്കാർക്ക് അറിയാം, എല്ലാവരും ഞാൻ പറയുന്നില്ല, പക്ഷെ ഓൾമോസ്റ്റ് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് എന്തായാലും അറിയാം. അപ്പം ഞാൻ വഴിക്കുന്നത് കാണുമ്പോഴേ ഇപ്പോൾ എന്നെ പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിലും എന്നോട് ചിലപ്പോൾ ചോദിക്കും, നീ കൂടെ പോണേ പ്രോസി ചെയ്യുക, ചുമ്മാ ഇതായിട്ട്. അതുപോലെ ഞാൻ പരിചയമില്ലാത്ത ആൾക്കാർ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് പ്രോസി അറിയാം, എന്നെ അറിയില്ല, പക്ഷെ പ്രോസി അറിയാവുന്ന നിൽക്കുമ്പോഴത്തേക്കും യശ്വർ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും. അതൊരു അങ്ങനെ നേട്ടമല്ലേ? അല്ല, തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത്. പക്ഷെ അതിനകത്ത് ആ പേരിന് വരുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ സിമ്പിളായിട്ടൊരു പേരാണ്, പക്ഷെ ആളുകൾക്കത് ഓർത്തിരിക്കാൻ പറ്റുന്നൊരു പേരായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട്. 99 യൂറോപ്പിലെ ആദ്യത്തെ എക്സോട്ടിക് സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിർത്തിയോ നമ്മുടെ വളർച്ച? സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങിയത് തന്നെ ഒരു അധികമൊന്നും വലിപ്പമൊന്നും ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഒരു 1200 സ്ക്വയർ ഫീറ്റ്. പിന്നെ അത് കഴിഞ്ഞ് ലക്ലി നമുക്ക് ഇതിൽ ഒരു 2 ബിൽഡിംഗ് ആണ്. അത് അവിടുത്തെ പഴയ ബിൽഡിംഗ് ആണ്, ഓസ്ട്രേലിയ. പക്ഷേ ഞങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊരു അണ്ടർഗ്രൗണ്ട് മെട്രോ ആയിട്ട് ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് 2 മിനിറ്റ് നടന്നാൽ മതി. അത് വലിയൊരു അനുഗ്രഹമായി. അത് തന്നെയല്ല, ഞങ്ങൾക്ക് ഈ ഒരു ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത് ഒരു സൈഡിലേക്ക് ഒരു 3 പ്രാവശ്യം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു സാഹചര്യം കിട്ടി. അതുപോലെ മറ്റേ സൈഡിലേക്ക് ഒരു 2 പ്രാവശ്യം. അങ്ങനെ ഇപ്പോൾ നമുക്ക് ആ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് കൊണ്ട് ഏതാണ്ട് ഒരു 7000 സ്ക്വയർ ഫീറ്റ്. ഓ, 1200 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയിട്ട് അതേ സ്ഥലത്തിന് നമ്മൾ 7000 സ്ക്വയർ ഫീറ്റിലേക്ക് ഡെവലപ്പ്. സെയിം പ്ലേസിൽ. അതാണ് നമ്മുടെ ഒരു വലിയ